ഹായ് എവ്രിവൺ. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൻ്റെ നാലാമത്തെ ചാപ്റ്റർ നമ്പർ 4 ഡാറ്റ കളക്ഷൻ. അതിൻ്റെ ലാസ്റ്റ് പോർഷനിലാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സാണിത്. ഇപ്പം നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള വാരിയസ് മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു. ഒബ്സർവേഷൻ, സിമുലേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, പ്രൊജക്റ്റീവ് ടെക്നിക്, ദെൻ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത് ദ നെക്സ്റ്റ് ടോപ്പിക് ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ നമുക്ക് എന്താണ് ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ കളക്ടിങ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ഡാറ്റ കളക്ടിങ് ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിവൈസസ് ഓർ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ടു കളക്ട് ഡാറ്റ. നമുക്ക് ഡാറ്റ ഗ്യാദർ ചെയ്യാൻ, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയണത്? ഡാറ്റ കളക്ടിങ് ടൂൾസ് എന്ന് പറയുന്നത്. സച്ച് ആസ് ക്വസ്റ്റിനെയർ, നമ്മുടെ പേപ്പർ ക്വസ്റ്റിനെയർ ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇന്റർവ്യൂവിംഗ് സിസ്റ്റംസ് ആവാം. അതെല്ലാം ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ടൂൾസ് ആണ്. ദെൻ സംടൈംസ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു? കേസ് സ്റ്റഡീസ്, അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ്, ഇന്റർവ്യൂസ്, ദെൻ ഒബ്സർവേഷൻ സംടൈംസ്, ആൻഡ് സർവേസ്, ക്വസ്റ്റിനെയേഴ്സ്, ഇതെല്ലാം എന്തുതന്നെയാണ്? ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൂൾസ് ആണ്. കേസ് സ്റ്റഡി അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ്, സർവേ, ക്വസ്റ്റിനെയർ, ഷെഡ്യൂൾ എന്നൊക്കെ പറയണത്. സോ ഡാറ്റ കളക്ഷൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ ഗ്യാദർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസസ്, അതിനെയാണ് എന്ത് പേരിൽ പറയണത്? ഡാറ്റ കളക്ടിങ് ടൂൾസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ നോക്കാൻ പോണത് ദ ഇമ്പോർട്ടൻറ്റ് ടു അല്ലെങ്കിൽ മേജർ ടു ഡാറ്റ കളക്ടിങ് ടൂൾസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ്, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടൂൾസ് ആണ് ക്വസ്റ്റിനെയർ ആൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ക്വസ്റ്റിനെയർ എന്നുള്ളതാണ്. ദെൻ ക്വസ്റ്റിനെയറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, അതെല്ലാം കഴിഞ്ഞ് ഷെഡ്യൂൾ എന്താണെന്ന് നോക്കും. സോ വാട്ട് ഈസ് ക്വസ്റ്റിനെയർ? ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇറ്റ് ഈസ് എ റിസർച്ച് ഇൻസ്ട്രുമെന്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ദി പർപ്പസ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെൻറ്റ് റെസ്പോണ്ടൻസ്. അതായത് ഒരുപാട് റെസ്പോണ്ടൻസിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ ഗ്യാദർ ചെയ്യുക എന്നുള്ള പർപ്പസിന് വേണ്ടി നമ്മൾ കൺസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള എ വെൽ ഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിസർച്ച് ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയണത്? ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി പറയാണ്, ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ച് ഇൻസ്ട്രുമെന്റ് ആണ്. അതിലെ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഡാറ്റ ഗ്യാദർ ചെയ്യുക, റെസ്പോണ്ടൻസിന്റെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ക്വസ്റ്റിനെയേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ദെൻ questionnaires can be thought of as a kind of return interview. അതായത് ഒരു റിട്ടേൺ ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ക്വസ്റ്റിനെയറിന് പറയാൻ വേണ്ടി പറ്റും. ബിക്കോസ് ദേ ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഫേസ് ടു ഫേസ്, ബൈ ടെലിഫോൺ, കമ്പ്യൂട്ടർ ഓർ പോസ്റ്റ്. അതായത് ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂയിലൂടെ പറ്റും, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ. ക്വസ്റ്റിനെയേഴ്സ് നമ്മൾ ടെലിഫോൺ ഇന്റർവ്യൂവിൽ യൂസ് ചെയ്യും, ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൾസ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും, മെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു പോസ്റ്റലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിനെയർ അയച്ചു കൊടുത്ത് അവരുടെ റെസ്പോൺസസ് സീക്ക് ചെയ്യാം. സോ ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിട്ടേൺ ഇന്റർവ്യൂ ആണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ടെലിഫോൺ ത്രൂ ചോദിക്കാം, അല്ലെങ്കിൽ വീഡിയോ, മെയിൽ, പോസ്റ്റ്, അങ്ങനെ ഏത് ത്രൂ ആണെങ്കിലും, ഏത് മോഡാണെങ്കിലും ക്വസ്റ്റിനെയർ എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് എ റിസർച്ച് ഇൻസ്ട്രുമെന്റ്. നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഡാറ്റ ഗ്യാദർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സോ ക്വസ്റ്റിനെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്. ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്വസ്റ്റിനെയർ? ക്വസ്റ്റിനെയറിന്റെ ഡിഫറെൻറ്റ് ഫോംസ്, അതായത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഏതാണെന്ന് നമ്മൾ പറയുന്നത്. The first one, structured questionnaire. What is structured questionnaire? Structured questionnaire എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എപ്പോഴും ഡെഫിനറ്റ് ആയിട്ട്, കോൺക്രീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടെയ്ൻ ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചേർഡ് ക്വസ്റ്റിനെയർ എന്ന് പറയാം. അതായത് എല്ലാ റെസ്പോണ്ടൻസിനും ഒരേ രീതിയിൽ സിമിലർ ഫോർമാറ്റിൽ, സിമിലർ വേർഡിങ്സോട് കൂടിയിട്ട് സെയിം സാധനമാണ് നമ്മൾ പ്രസന്റ് ചെയ്യണത്.
അതായത് M.Com ക്ലാസ്സിലെ 25 കുട്ടികളെ ഞാൻ ക്വസ്റ്റ്യനെയർ ത്രൂ നിങ്ങളുടെ റെസ്പോണ്ടൻസ് സീക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 25 പേർക്കും ഒരേ രീതിയിൽ ഒരേ ക്വസ്റ്റ്യൻ ഓർഡർ, ഒരേ വേർഡിങ്, അതുപോലെ തന്നെ ഒരേ സ്ട്രക്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ തരാം. സോ അതിനെയാണ് നമ്മൾ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻ ഡെഫിനിറ്റ്, കോൺക്രീറ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് വൺ ആണ് അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പാർഷ്യലി കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. അൺസ്ട്രക്ചേർഡിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർഷ്യലി കംപ്ലീറ്റഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പാർഷ്യലി കംപ്ലീറ്റഡ് ആയിരിക്കും. കാരണം നമുക്ക് പിന്നീട് നമ്മുടെ റെസ്പോണ്ടന്റ് എങ്ങനെയാണോ നമ്മളോട് റെസ്പോൺസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൽ ആൾട്ടറേഷൻസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂവിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഉണ്ടായിരിക്കും, പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു വേർഡിങ്ങോ പാറ്റേണോ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ല. അതിൽ ആൾട്ടറേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മുടെ റെസ്പോണ്ടൻസ് എങ്ങനെ പ്രതികരിക്കുന്നു അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഇന്റർവ്യൂവിനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ തേർഡ് കാറ്റഗറിയാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യനെയർ. ക്ലോസ്ഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ OMR ഇല്ലേ, നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻ ആണ്, അതിൽ ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യുക. അതിനപ്പുറത്തേക്ക് നമുക്കൊരു ആൻസർ അതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. സോ അത്തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ മുന്നിൽ കുറച്ച് ആൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്ന് നമ്മുടെ ഒപ്പീനിയനായി നമ്മൾ പിക്ക് ചെയ്യേണ്ടി വരുന്നു, മാർക്ക് ചെയ്യേണ്ടി വരുന്നു. അത്തരം ക്വസ്റ്റ്യൻസിനെയാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് റെസ്പോൺസ് ആയിരിക്കും, യെസ് ഓർ നോ, ആണോ അല്ലയോ, അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, സ്ട്രോങ്ലി എഗ്രി, ഡിസഗ്രി. അപ്പോൾ നമുക്ക് അതിൽ ഏതെങ്കിലും നമുക്ക് കൊടുക്കേണ്ടി വരും. അതിന് എക്സ്ട്രാ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു മാർഗം അവിടെ ഇല്ല. സോ അതിനെയാണ് ക്ലോസ്ഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്, നമ്മുടെ OMR മോഡൽ, ഒബ്ജക്റ്റീവ് എക്സാംസ് ഒക്കെ പോലെ. ദെൻ ഓപ്പൺ ക്വസ്റ്റ്യനെയർ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഓപ്പൺ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോണ്ടൻസിന് ഫ്രീലി ക്വസ്റ്റ്യൻസിനോട് പ്രതികരിക്കാം, റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഓപ്പൺ ക്വസ്റ്റ്യനെയർസിന്റെ പ്രത്യേകത. അതിൽ ഇത്തരത്തിൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യനെയർ, അതായത് ഒരു കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് തന്ന് അതൊന്നും പിക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ ഡാറ്റ ഗാദറിംഗ് ഏതിലൂടെ പോസിബിൾ ആണ്, ഓപ്പൺ ക്വസ്റ്റ്യനെയർസിലൂടെ പോസിബിൾ ആണ്. Then the fifth one, mixed questionnaire. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഓപ്പൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മിക്സഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. Then the next one, fact questionnaire. അതായത് നമ്മുടെ റെസ്പോണ്ടൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് certain facts ആണ്, പക്ഷെ വിത്തൗട്ട് എനി റെഫറൻസസ്. അതിന് ഫർദർ റെഫറൻസസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യണ്ട. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന്, റെസ്പോണ്ടൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് ഫാക്ട്സ് ആണ് കളക്ട് ചെയ്യാൻ റിക്വയർ ചെയ്യണത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രമിക്കണത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫാക്ട് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്, നമ്മുടെ 6th കാറ്റഗറി. Then the 7th one, ഒപ്പീനിയൻ ക്വസ്റ്റ്യനെയർ. അതായത് ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസസ് ഒരു പർട്ടിക്കുലർ ഫിനോമിനോട്, ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനോട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ അവരുടെ ഒപ്പീനിയൻ എന്താ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ, അവരുടെ പ്രിഫറൻസസ് എന്താ, അതെല്ലാം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒപ്പീനിയൻ ക്വസ്റ്റ്യനെയർസ് എന്ന് പറയുന്നത്. ദെൻ പിക്ചോറിയൽ ക്വസ്റ്റ്യനെയർസ്. ഈ പിക്ചോറിയൽ ക്വസ്റ്റ്യനെയർസ് എന്ന് പറയുന്നത് നമ്മൾ ആൻസേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പിക്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പിക്ചോറിയൽ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ, അതായത് കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ, ചിൽഡ്രൻസിന്റെ അടുത്ത് നിന്നൊക്കെ നമ്മൾ ഒപ്പീനിയൻ കളക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം ഭയങ്കര സീരിയസ് ആയി അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. സോ പിക്ചോറിയൽ ക്വസ്റ്റ്യനെയർസ് അവിടെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് അല്ല, ഒരുപാട് ഇല്ലിറ്ററേറ്റ് ആണ് ആളുകൾ എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് അഭിപ്രായം മനസ്സിലാക്കണം, അവരുടെ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യണം, ഡാറ്റ ഗ്യാദർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലും ഇത്തരത്തിലുള്ള പിക്ചോറിയൽ ക്വസ്റ്റ്യനെയർസ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യനെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ദ ഡാറ്റ കളക്ഷൻ ടൂൾസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്വസ്റ്റ്യനെയർ. ദെൻ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ ടൈപ്പ് പറഞ്ഞു? ഓപ്പൺ ക്വസ്റ്റ്യനെയർ പറഞ്ഞു, ക്ലോസ്ഡ് ക്വസ്റ്റ്യനെയർ പറഞ്ഞു, സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർ പറഞ്ഞു, അൺസ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനെയർസ് പറഞ്ഞു, അതുപോലെ തന്നെ മിക്സഡ് ക്വസ്റ്റ്യനെയർസ്, ഫാക്ട് ക്വസ്റ്റ്യനെയർസ്,
പിക്ചോറിയൽ ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് ഒപ്പീനിയൻ ക്വസ്റ്റ്യനെയേഴ്സ്. ഈ 8 കാറ്റഗറി, ഈ 8 ഫോംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Then the next head നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് the format of questionnaire. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യനെയർ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, അതാണ് പറയണത്. ദ ഫസ്റ്റ് വൺ, സൈസ്. ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും സ്മോളർ ഇൻ സൈസ്, ചെറിയതായിരിക്കണം. അതായത് ഒരുപാട് ലാർജ് അല്ലെങ്കിൽ ലോങ് ആവരുത്. ദെൻ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും തമ്മിൽ, അതായത് ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡിലായിരിക്കണം. ദെൻ ഒരു 2-3 പേജസ് അല്ലെങ്കിൽ ഒരു 4-5 പേജസ് ഒന്നും ഒരിക്കലും ഒരു ക്വസ്റ്റ്യനെയർ പാടില്ല. ആസ് മച്ച് ആസ് പോസിബിൾ അത് എന്താക്കണം, സ്മോളർ സൈസിലാക്കണം ക്വസ്റ്റ്യനെയർ. സോ ഫസ്റ്റ് വൺ പറയുന്നത് സൈസ് ആണ്. സൈസ് എപ്പോഴും സ്മോളർ ആയിരിക്കണം. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വേണം. Then the next one, appearance. ഒരു ക്വസ്റ്റ്യനെയർ എപ്പോഴും ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. അതിൻ്റെ പേപ്പർ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻറ്റിങ്ങും എന്തായിരിക്കണം, തെറ്റുകളൊന്നും ഇല്ലാതെ ക്വാളിറ്റി ആയിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ അതിനൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേഔട്ട്, അതായത് ഒരു ക്വസ്റ്റ്യനെയർ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത് എന്താ ഇങ്ങനെ എന്നുള്ളൊരു നെഗറ്റീവ് ഒരു കമൻറ്റ് ഉണ്ടാവാത്ത രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഔട്ട് എപ്പോഴും എന്തിനു കൊടുത്തിരിക്കണം, ക്വസ്റ്റ്യനെയേഴ്സിന് കൊടുക്കണം. ദെൻ ക്ലാരിറ്റി. ദ തേർഡ് വൺ ആണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് എപ്പോഴും ഷോർട്ട് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ എക്സ്പ്രസീവ് ആയിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച് കാര്യം നമുക്ക് ക്ലിയർ ആവണം, അതിന്ന് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ദെൻ അതുപോലെ തന്നെ അത് ഷോർട്ട് ആയിരിക്കണം, അതായത് സിമ്പിൾ ആയിരിക്കണം, ചെറുതായിരിക്കണം. ദെൻ ദ ഫോർത്ത് വൺ, സീക്വൻസ്. സീക്വൻസ് എന്നുള്ളതിൽ പറയുന്നത് എന്താണ്, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതായിരിക്കണം. അതായത് ഫസ്റ്റ് വൺ ഇത്, ദെൻ സെക്കൻഡ് വൺ ഇത്, അങ്ങനെ ഒരു ലോജിക്കൽ അറേഞ്ച്മെന്റ്സ്, ഒരു സീക്വൻസി ആയിട്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ട് വെൽ അറേഞ്ച്ഡ് ആയിരിക്കണം ക്വസ്റ്റ്യൻസ് എല്ലാം. ദെൻ ദ ഫിഫ്ത്ത് വൺ, കമ്മ്യൂണിക്കബിലിറ്റി. ക്വസ്റ്റ്യനെയർ ഇറ്റ് സെൽഫ് എന്ത് ചെയ്യണം, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് റെസ്പോണ്ടൻസിന്റെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ക്വസ്റ്റ്യനെയറിന് പറ്റണം. ദെൻ ദ സിക്സ്ത് വൺ, സ്പാൻ. അതായത് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, സൈസിൽ പറഞ്ഞ പോലെ ആസ് മച്ച് ആസ് പോസിബിൾ ഷോർട്ടൺ ചെയ്യണം. ഒരുപാട് ലെങ്തി ആവരുത്. അത് ഒരുപാട് ലെങ്തി ആണെന്നുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ ഒരു ലോങ് സ്പാൻ ഓഫ് ടൈം എടുക്കും, ഒരുപാട് സമയം എടുക്കും. സോ അത് മേ ബി ഇന്റർവ്യൂവിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം. ദെൻ ദ സെവൻത് വൺ, ബ്രീവിറ്റി. അതായത് എപ്പോഴും ബ്രീഫ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം കണ്ടന്റ് തന്നെയാണ് ഇവിടെയും പറയുന്നത്, ബ്രീഫ് ആയിരിക്കണം. ദെൻ സിംപ്ലിസിറ്റി. ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ആയിരിക്കണം. കോംപ്ലക്സിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ദെൻ ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് വായിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ റെസ്പോണ്ടൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണ് അല്ലെങ്കിൽ അവർക്ക് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ആംബിഗ്വിറ്റി എന്ന് നമ്മൾ പറയണത്. സോ അത്തരത്തിലുള്ള ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ദെൻ ദ 10th വൺ, ലീഡിങ് ക്വസ്റ്റ്യൻസ്. ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഉത്തരം ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പം നമ്മൾ പറയാണ് സ്മോക്ക് ചെയ്യുന്നവരെല്ലാം മോശമല്ലേ, നിങ്ങൾ സ്മോക്ക് ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഞാൻ സ്മോക്ക് ചെയ്യും എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ കറക്റ്റ് ആൻസർ സ്മോക്ക് ചെയ്യും എന്നുള്ളതാണെങ്കിൽ കൂടി അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ ആദ്യം സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് സ്മോക്ക് ചെയ്യുന്നവരെല്ലാം മോശക്കാരാണ് എന്നുള്ളത്. സോ അതാണ് ലീഡിങ് ക്വസ്റ്റ്യൻസ്. സോ അത്തരം സിറ്റുവേഷൻസിൽ ഒരു റെസ്പോണ്ടന്റിന് എന്തിനു പറ്റുന്നില്ല, കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ അവർ തെറ്റായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ഇത്തരത്തിലുള്ള ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ദെൻ പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ചില ടെലിവിഷൻ ഷോസ് എല്ലാം കണ്ടിരിക്കുമ്പോൾ തന്നെ ചില പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്തിനാണ് ആ ക്വസ്റ്റ്യൻ അവിടെ നെസസറി ആണോ, അത് അൺനെസസറി അല്ലേ, അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് നമുക്ക് തോന്നാം. സോ അതുതന്നെയാണ് ഇവിടെയും. ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് ഡാറ്റ ഗ്യാദർ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീമുമായിട്ട്, അതായത് റിസർച്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാൻ ശ്രമിക്കുക. അതുപോലെ അയാളുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാം. ഈവൻ അത്രയും നെസസറി ആണ് റിസർച്ചുമായി അസോസിയേറ്റ് ചെയ്ത് അവരുടെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനോട് അവിടെ അത്രമാത്രം പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ചോദിക്കാൻ വേണ്ടി പാടുള്ളൂ.
അതല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോൾ റെസ്പോണ്ടൻസ് അത് നെഗ്ലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാനായിട്ട് ഒരു സാധ്യതയുണ്ട്. Then the next one, arrangements of questions. Questions എല്ലാം കൃത്യമായിട്ട് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു സീരീസ് ആയിട്ട് വെൽ അറേഞ്ച് ചെയ്തിരിക്കണം. Then the next one, double barreled questions. ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പോലെ ഒരു ചെറിയൊരു പാരഗ്രാഫ് പോലെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്താൽ റെസ്പോണ്ടൻസിന് കൺഫ്യൂസിങ് ആവും, ഒരുപാട് ആൻസർ ചെയ്യേണ്ടി വരും. പക്ഷേ അപ്പോൾ ഇത്തരത്തിലുള്ള ഡബിൾ ബാരൽഡ്, അതായത് ഒന്നിന്ന് മറ്റൊന്നിലേക്കൊക്കെ പോണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കുക. ഒരു ക്വസ്റ്റ്യൻ അത് സിമ്പിളായി ഷോർട്ടായി ക്ലിയർ ആയി ചോദിക്കാം. ദെൻ അതിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉൾപ്പെടുത്താതെ ആ ക്വസ്റ്റ്യനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻസിൽ പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ, ലോഡഡ് ക്വസ്റ്റ്യൻസ്. ഈ ലോഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇമോഷണലി ട്രാക്ക് ചെയ്യണതാണ്. റെസ്പോണ്ടൻസിന്റെ ഇമോഷൻസിനെ, അവരുടെ ഫീലിങ്സിനെ ഫ്രേസ് ചെയ്യപ്പെടുക എന്നുണ്ടെങ്കിൽ അത്തരം ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ലോഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. സോ ലോഡഡ് ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ക്വസ്റ്റ്യനായിരുന്നു ഒഴിവാക്കേണ്ട ഒന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യനെയറിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അതിന്റെ സൈസ് എങ്ങനെയായിരിക്കണം, അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, ദെൻ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഷോർട്ട് സ്പാൻ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, കൺഫ്യൂസിങ് ആവരുത്, ലീഡിങ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണം, പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണം, ലോഡഡ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണം, ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യനെയറിന്റെ ഫോർമാറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് ക്വസ്റ്റ്യനെയറിന് വേണ്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് എന്താന്ന് നമുക്കിവിടെ ക്ലിയർ ആയി പറയാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ്? ഒരു ക്വസ്റ്റ്യനെയറിന്റെ ഒബ്ജക്റ്റീവ് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം, കൺസെപ്റ്റ്സ് ക്ലിയർ ആവണം, ബയസ് ഉണ്ടാവരുത്, ആൻസർ ചെയ്യാനുള്ള അഡിക്വേറ്റ് ഓപ്ഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം, ദെൻ ക്വസ്റ്റ്യൻസ് ഷോർട്ടർ ആയിരിക്കണം, ഒരു സമയത്ത് ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ, ഡബിൾ ബാരൽഡ് ക്വസ്റ്റ്യൻസ് പാടില്ല, സിംഗിൾ ക്വസ്റ്റ്യൻ ചോദിക്കണം, ദെൻ അഫർമേറ്റീവ് സെന്റൻസസ് ആയിരിക്കണം, ദെൻ മാത്തമാറ്റിക്സിൽ അത് എക്സ്പോസ് ചെയ്യണം എന്നില്ല, ദെൻ ഷോർട്ട് ആൻഡ് ക്ലിയർ ആൻസേഴ്സ് ആയിരിക്കണം, ദെൻ ഫർദർ റെഫറൻസസിനുള്ള അല്ലെങ്കിൽ റെഫറൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു ഗുഡ് ക്വസ്റ്റ്യനെയർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നു, നമ്മൾ ഒരു ഗുഡ് ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയറിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനെയർ ഇക്കണോമിക്കൽ ആണ്, കോസ്റ്റ് എന്ത് ചെയ്യാൻ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ദെൻ യൂണിഫോമിറ്റി കൊണ്ടുവരാം, ദെൻ ഫ്രീ ഫ്രം ബയസ്, നമുക്ക് ഒരു പേഴ്സണൽ ബയസ് എന്ന് ഒഴിവാവാം. ദെൻ ടൈം എന്ന് പറയുന്നത് ഇനഫ് ടൈം റെസ്പോണ്ടൻസിന് ആൻസർ ചെയ്യാൻ കിട്ടുന്നുണ്ട്. ദെൻ റെസ്പോണ്ടൻസിന് കൺവീനിയന്റ് ആണ്, ടെലിഫോൺ ആണെങ്കിലും ഫേസ് ടു ഫേസ് ആണെങ്കിലും മെയിൽ ആണെങ്കിലും പോസ്റ്റൽ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനെയർ ത്രൂ ആൻസർ ചെയ്യാം. ദെൻ എപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന റിലയബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും കിട്ടുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്വസ്റ്റ്യനെയറിന്റെ മെറിറ്റ്സ് ആയി പറയണത്. സോ മെറിറ്റ്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തെങ്കിലും ഒരു ഡീമെറിറ്റ്സും കാണും. ഡീമെറിറ്റ്സ് ആയി എന്തൊക്കെയാ പറയണത്? ക്വസ്റ്റ്യനെയർസ് ലിമിറ്റഡ് ഇൻ യൂസ് ആണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യനെയർ നമ്മളിപ്പോൾ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ അവർ അതിന് ആൻസർ ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് തിരിച്ചയക്കണം എന്നില്ല. സോ ലോവർ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ആണ്. ദെൻ മിസ് ഇന്റർപ്രിട്ടേഷൻ, അതായത് അതിൽ റെസ്പോണ്ടന്റ് പറയുന്നത് ഒരു റെസ്പോൺസിനെ നമ്മൾ മിസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ ആ ഇന്റർവ്യൂവർ തെറ്റായ രീതിയിൽ എടുക്കാനുള്ള സാധ്യതകളുണ്ട്, ചാൻസസ് ഉണ്ട്. സോ അതൊക്കെയാണ് ക്വസ്റ്റ്യനെയറിന്റെ ഡീമെറിറ്റ്സിൽ പറയുന്നത്. സോ ക്വസ്റ്റ്യനെയർ എന്നുള്ള ഒരു പോർഷൻ അവിടെ എൻഡ് ചെയ്തു. ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ, അടുത്ത ഡാറ്റ കളക്ടിങ് ടൂൾ ആണ്. ഏതാണ്? ഷെഡ്യൂൾ. യെസ്, ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ ഇസ് ദ ടൂൾ ഓർ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു കളക്ട് ഡാറ്റ ഫ്രം ദി റെസ്പോണ്ടൻസ് വൈൽ ഇന്റർവ്യൂസ് കണ്ടക്റ്റഡ്. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ റെസ്പോണ്ടൻസിന്റെ കയ്യിൽ നിന്നും ഡാറ്റ ഗ്യാദർ ചെയ്യാൻ, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയണത്? ഷെഡ്യൂൾ എന്നുള്ള പേരിൽ പറയണത്. ഷെഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, ബ്ലാങ്ക് സ്പേസസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ടേബിൾസ് ഉണ്ടായിരിക്കും റെസ്പോണ്ടൻസിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഷെഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ബ്ലാങ്ക് സ്പേസസ് ഓർ ടേബിൾസ് ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? റെസ്പോണ്ടൻസിന് ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി. ദെൻ
ദ ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾ. ഒരു ഷെഡ്യൂളിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ ഷെഡ്യൂൾ ഈസ് പ്രസന്റഡ് ബൈ ദ ഇന്റർവ്യൂവർ. ഷെഡ്യൂൾ പ്രസന്റ് ചെയ്യുന്നത് ഇന്റർവ്യൂവർ ആണ്. ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നതും അതിന് റെസ്പോണ്ടന്റ് പറയുന്ന ആൻസേഴ്സ് ടേക്ക് ഡൗൺ ചെയ്യുന്നതും ആരെന്നെയാണ്? ഇന്റർവ്യൂവർ ആണ്. ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതാണ്. ക്വസ്റ്റ്യനെയർ നമ്മൾ എന്ത് ചെയ്യാണ്? അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അവർ ആൻസർ ചെയ്യുന്നു. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ റെസ്പോണ്ടന്റ് എന്ത് പറയുന്നു എന്നുള്ളത് എഴുതിയെടുക്കുന്നത് അവിടെ ഇന്റർവ്യൂവർ തന്നെയാണ്. ദാറ്റ്സ് ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂൾ. Then the next feature, the list of questions is a more formal document. It need not be attractive. അതായത് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും റെസ്പോണ്ടൻസിന്റെ കൈ കൊടുക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഫോർമൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഫോർമലി ഡോക്യുമെന്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഷെഡ്യൂൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം എന്നില്ല. അതിലെ ക്വസ്റ്റ്യൻസ് നമ്മളാണ് ചോദിക്കുന്നത്, അതിന് അവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ തന്നെയാണ് റെക്കോർഡ് ചെയ്യണത്. Then the third one, the schedule can be used in a very narrow sphere of social research. അതായത് സോഷ്യൽ റിസർച്ചിൽ ഷെഡ്യൂള് വളരെ ചെറുതായാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഷെഡ്യൂളിന് പറയാനുള്ളത്. ദെൻ എന്തിനു വേണ്ടി? ഷെഡ്യൂളിന്റെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറയണത്. ദ ഫസ്റ്റ് വൺ, ടു ഓഫർ എ കൺസിസ്റ്റന്റ് ടൂൾ ഫോർ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിനുള്ള ഒരു കൺസിസ്റ്റന്റ് ടൂളാണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ഒരു ടൂളാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഒരു മെമ്മറി റിമൈൻഡർ ആണ്. ദെൻ നമ്മുടെ ഡാറ്റ ടാബുലേഷൻ ആൻഡ് അനാലിസിസ് വർക്കുകളിൽ നമ്മളെ അസിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഷെഡ്യൂൾ. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ ഉണ്ട്. ദ ഫസ്റ്റ് വൺ, ഒബ്സർവേഷൻ ഷെഡ്യൂൾ. നമ്മുടെ ഒന്നാമത്തെ ടൈപ്പാണ്, ഷെഡ്യൂളിന്റെ ഫസ്റ്റ് കാറ്റഗറി ആണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ. ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this is a type of schedule having questions which guide an observer systematically. ഒരു ഒബ്സർവറിനെ സിസ്റ്റമാറ്റിക്കലി ഗൈഡ് ചെയ്യാൻ പാകത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെയ്ൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്സർവേഷൻ ഷെഡ്യൂൾ എന്ന് പറയാം. ഇനി സെക്കൻഡ് വൺ, റേറ്റിംഗ് ഷെഡ്യൂൾ. റേറ്റിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ, അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അയാളുടെ പ്രിഫറൻസസ്, അതിനെല്ലാം മെഷർ ചെയ്യാൻ സോഷ്യോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും പൊതുവെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും ഗൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതിനെയാണ് റേറ്റിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ഷെഡ്യൂളിൽ ഒരു ഒബ്സർവറിനെ സിസ്റ്റമാറ്റിക് ആയി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. റേറ്റിംഗ് ഷെഡ്യൂളിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഒരു സൈക്കോളജിസ്റ്റിനും സോഷ്യോളജിസ്റ്റിനും ഗൈഡ് ചെയ്യാൻ. എന്തിനു വേണ്ടിയാണ്? ഒരു വ്യക്തിയുടെ, ഒരു ഇൻഡിവിജ്വലിന്റെ ആറ്റിറ്റ്യൂഡ്, പ്രിഫറൻസസ്, ബിഹേവിയേഴ്സ് അതെല്ലാം മെഷർ ചെയ്യാൻ. Then the third one, സർവേ ഷെഡ്യൂൾ. സർവേ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this type of schedule is formulated for a surveyor to guide him for his information collection. നമ്മളൊരു സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് സർവേയർ, ആ സർവേ നടത്തുന്ന ആള്, അയാളെ ഗൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഗൈഡ് ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ സർവേ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇന്റർവ്യൂ ഷെഡ്യൂൾ. ഇന്റർവ്യൂ ഷെഡ്യൂൾ ഒരു ഇന്റർവ്യൂവറെ ഗൈഡ് ചെയ്യാണ്, കുറച്ച് സ്ട്രക്ചേർഡ് ആൻസേഴ്സ്, ഒരു സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ദെൻ ഡോക്യുമെന്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് എന്ന് ഡാറ്റ ഗ്യാദർ ചെയ്യാൻ, ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡോക്യുമെന്റ് ഷെഡ്യൂൾ. ദെൻ ഇവാലുവേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് യൂസ്ഡ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഏജൻസീസ്. അതായത് സൈക്കോളജിക്കൽ റിസർച്ചിലും സോഷ്യോളജിക്കൽ റിസർച്ചിലൊക്കെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജൻസി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇവാലുവേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഒന്നുകൂടി പറയാണ്, ടൈപ്സ് ഓഫ് ഷെഡ്യൂൾ. ഒബ്സർവറെ സിസ്റ്റമാറ്റിക്കലി ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒബ്സർവേഷൻ ഷെഡ്യൂൾ. സൈക്കോളജിസ്റ്റുകളെയും സോഷ്യോളജിസ്റ്റുകളെയും ഒക്കെ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് റേറ്റിംഗ് ഷെഡ്യൂൾ. ദെൻ ഒരു സർവേ നടക്കുമ്പോൾ ആ സർവേ ചെയ്യുന്ന ആളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അയാളെ ഗൈഡ് ചെയ്യുന്നതാണെങ്കിൽ സർവേ ഷെഡ്യൂൾ ആണ്. ഇന്റർവ്യൂയുടെ സമയത്ത് സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻസോട് കൂടിയിട്ടുള്ള ഒന്നാണെങ്കിൽ അത് ഇന്റർവ്യൂ ഷെഡ്യൂൾ ആണ്. ദെൻ ഡോക്യുമെന്റ്സ് ഡാറ്റ ഗ്യാദർ ചെയ്യാനുള്ളത് ഡോക്യുമെന്റ് ഷെഡ്യൂൾ ആണ്.
ദെൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഏജൻസി അതിനെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതൊരു ഇവാലുവേഷൻ ഷെഡ്യൂളാണ്. ഇനി ഷെഡ്യൂളിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നോക്കാൻ പോണത്. ഷെഡ്യൂളിൽ റെസ്പോൺസസ് കൂടുതലായിരിക്കും. കാരണം നമ്മൾ ഇന്റർവ്യൂവർ തന്നെയാണ് അവിടെ ഡാറ്റ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്, റെസ്പോൺസസ് റെക്കോർഡ് ചെയ്യുന്നത്. റെസ്പോണ്ടൻസിന്റെ സമയത്തിന് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം അവരായി ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അവർ തന്നെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് ഫുൾഫിൽ ചെയ്ത് നമുക്ക് അയച്ചു തരേണ്ടി വരുന്നില്ല. ദെൻ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പേഴ്സണൽ ബയസസ് ഉണ്ടാവുന്നില്ല. ദെൻ ഇൻവെസ്റ്റിഗേറ്ററുടെയും റെസ്പോണ്ടന്റിന്റെ ഇടയിൽ ഒരു പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ടാവുന്നുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഷെഡ്യൂൾ ഉപകാരപ്രദമാണ്. ദെൻ നമുക്കൊരു അൺഎഡ്യൂക്കേറ്റഡ് റെസ്പോണ്ടൻസ് ആണ്, ഇല്ലിറ്ററേറ്റ് പീപ്പിൾസ് ആണ്, കാര്യമായ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ ഗ്യാദർ ചെയ്യാൻ ഷെഡ്യൂൾ ഉപകാരപ്പെടും. കാരണം ചോദ്യം ചോദിക്കുന്നു, അവർ ഉത്തരം പറഞ്ഞാൽ മതി, നമ്മൾ തന്നെയാണ് അത് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഷെഡ്യൂൾ. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്, ദാറ്റ് മീൻസ് കോസ്റ്റ്ലി ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണം. കാരണം ഒരാൾ പറയുന്ന കാര്യത്തിന് നമ്മൾ തന്നെ റൈറ്റ് ഡൗൺ ചെയ്യണം. സോ അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണം. നമുക്കിങ്ങനെ ഒരുപാട് വൈഡ് ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. കാരണം ടെലിഫോൺ ത്രൂ അല്ലെങ്കിൽ പോസ്റ്റൽ ത്രൂ അല്ലെങ്കിൽ മെയിൽ ത്രൂ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഷെഡ്യൂളാണ്, അവിടെ ചോദിക്കുന്ന ആൾ തന്നെയാണ് റെസ്പോൺസ് ടേക്ക് ഡൗൺ ചെയ്യണത്. ദെൻ മോർ ഇന്റർവ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് കമ്മിയായിരിക്കും. അതായത് ഓരോ ആളുകളും ഓരോ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ നടത്തുന്നത്, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഷെഡ്യൂളിന്റെ അഡ്വാൻറ്റേജസിലും ഡിസഡ്വാൻറ്റേജസിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ടൂൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്, എന്തായിരുന്നു, ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയർ എന്താന്ന് നമ്മൾ പറഞ്ഞു. ആ ക്വസ്റ്റ്യനെയറിൽ അതിൻ്റെ ഫോംസ് എന്തൊക്കെയാണ്, സ്ട്രക്ചേർഡ് ഉണ്ട്, അൺസ്ട്രക്ചേർഡ് ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, ഓപ്പൺ ക്വസ്റ്റ്യനെയർ ഉണ്ട്, മിക്സഡ് ക്വസ്റ്റ്യനെയർ ഉണ്ട്, ഫാക്ട് ക്വസ്റ്റ്യനെയർ ഉണ്ട്, ഒപ്പീനിയൻ ക്വസ്റ്റ്യനെയർ ഉണ്ട്, പിക്ചോറിയൽ ക്വസ്റ്റ്യനെയർ ഉണ്ട്. ദെൻ ഒരുപാട് കാര്യങ്ങൾ, സേസ്, അതേപോലെ ക്ലാരിറ്റി, സീക്വൻസ്, കമ്മ്യൂണിക്കബിലിറ്റി, സ്പാൻ, അപ്പിയറൻസ്, സിംപ്ലിസിറ്റി, ആംബിഗ്വിറ്റി, ലീഡിംഗ് ക്വസ്റ്റ്യൻസ്, പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ അറേഞ്ച്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ ക്വസ്റ്റ്യനെയറിന്റെ മെറിറ്റ്സ് പറഞ്ഞു, ഡിമെറിറ്റ്സ് പറഞ്ഞു. ദെൻ ഷെഡ്യൂൾ എന്ന് പറയുന്ന രണ്ടാമത്തെ ടൂളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. ഷെഡ്യൂൾ എന്താന്ന് പറഞ്ഞു, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അതിന്റെ പർപ്പസസ് പറഞ്ഞു, അതിന്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പറഞ്ഞു. ദെൻ ഫൈനലി അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 4th ചാപ്റ്റർ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.